രാവിലെ 5 മണിയാണ്, അലാം അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഈ ബെഡ് ഒരു മാഗ്നറ്റിനെ പോലെ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിലാണെങ്കിലോ ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ ഉറങ്ങിക്കോട്ടെ. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എപ്പോഴും പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എല്ലാ ദിവസവും പെടാറുണ്ടോ? അങ്ങനെയാണ് നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ പറ്റാത്തതിൻ്റെ ആക്ച്വൽ പ്രശ്നം ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അതിൻ്റെ സയൻസ് എന്താണെന്നും എങ്ങനെ നമുക്കത് ഫിക്സ് ചെയ്യാമെന്നും. ഇതിൽ ജസ്റ്റ് നിങ്ങൾ കുറച്ചുകൂടി ട്രൈ ചെയ്യണം, വിൽ പവർ കൂട്ടണം എന്നുള്ള രീതിയിലുള്ള അഡ്വൈസ് ആയിരിക്കില്ല ഞാൻ തരാൻ പോകുന്നത്. ആക്ച്വലി സയന്റിഫിക്കലി വർക്കിംഗ് ആയിട്ടുള്ള അഡ്വൈസ് ആയിരിക്കും തരാൻ പോകുന്നത്. രാവിലെ എണീറ്റ് പഠിക്കുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എന്നാൽ അത് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും. ഫുൾ ആയിട്ട് കാണാം. നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്, ഈ രാവിലെ എണീറ്റ് പഠിച്ചുകൊണ്ട് ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ള കാര്യമാണ്. കാരണം അങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ എണീറ്റ് പഠിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം. അപ്പോൾ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള 2-3 അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്, നിങ്ങൾക്ക് കാര്യമായ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവില്ല. രാത്രി പഠിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഭയങ്കര ഒച്ചയും ബഹളവും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സിബ്ലിങ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെതായ ഡിസ്ട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലിരുന്ന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഈവൻ ലേറ്റ് നൈറ്റ് സ്റ്റഡിങ് ആണെങ്കിൽ അവിടെ വേറെ പ്രശ്നം വരും. ആരും ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും വേറെ ആരും നിങ്ങളെ മോണിറ്റർ ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരെ പ്രഷറും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫോൺ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കുകയോ ലാപ്ടോപ്പ് എടുത്ത് ഓരോ പരിപാടികൾ ചെയ്യുകയും അങ്ങനെ കുറേ സമയം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാത്തൊരു സമയമാണ് രാവിലെ. കാരണം ഒച്ചയും ബഹളമൊക്കെ ജനറലി കുറച്ച് കുറവായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ പേരൻസും കാര്യങ്ങളും എല്ലാവരും ഒക്കെ ആക്റ്റീവ് ആണെങ്കിൽ, അവരൊക്കെ എണീറ്റിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കുറേ അങ്ങനെ ഇൻസ്റ്റാഗ്രാം നോക്കാനോ ഫോണിലൊക്കെ ഇങ്ങനെ കുറേ നേരം സ്ക്രോൾ ചെയ്തിരിക്കാനോ നമുക്ക് തോന്നില്ല, ചിലപ്പോൾ പറ്റുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആക്ച്വലി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ജയത്തോടെയാണ്, ഒരു വിന്നോട് കൂടിയാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ മേ ബി ഒരു 30 മിനിറ്റ്സോ ഒരു 40 മിനിറ്റ്സോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും നിങ്ങൾ സ്കൂളിൽ പോകുന്നത്. നിങ്ങൾ അതൊന്നും ചെയ്യാണ്ട് സ്കൂളിൽ പോകുമ്പോൾ പൊതുവേ നമുക്കൊരു ജനറലി സ്ട്രെസ് ഉണ്ടാവും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഇനി വൈകുന്നേരം ഇനി പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് പോകുന്നത്. അത് നമുക്കും ചിലപ്പോൾ അറിയാം, ചിലപ്പോൾ നമ്മൾ പഠിക്കില്ല എന്നുള്ള കാര്യം. നേരെ മറിച്ച് നിങ്ങൾ രാവിലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയിരിക്കും, നിങ്ങളുടെ സ്ട്രെസ് ലെവലൊക്കെ കുറച്ച് കുറവായിരിക്കും. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ സ്കൂളിൽ പോകുന്നത്. മാത്രമല്ല മറ്റു പല വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് മോട്ടിവേഷൻ വന്നിട്ടല്ല നമ്മൾ ആക്ഷൻ ചെയ്യുക, നേരെ തിരിച്ചാണ്. നമുക്ക് ആക്ഷൻ ചെയ്തിട്ടാണ് നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എഫക്റ്റാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. നിങ്ങൾ ആ രാവിലെ ആക്ച്വലി പഠിച്ചു, ആ പഠിക്കുമ്പം നമുക്കൊരു അച്ചീവ്മെൻ്റ് ഫീലിംഗ് കിട്ടില്ലേ, അതാണ് നിങ്ങൾക്ക് വൈകുന്നേരം പഠിക്കാനോ അടുത്ത ദിവസം പഠിക്കാനുള്ള മോട്ടിവേഷൻ തരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ആക്ഷനോട് കൂടിയാണ് നിങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ രാവിലെ പഠിക്കേണ്ട ഒരാളാണ്, നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. മൂന്നാമത്തെ കാര്യമാണ്, നിങ്ങളുടെ ബ്രെയിൻ പീക്ക് ലെവലിലായിരിക്കും ഉണ്ടാവുക. ഉറക്കവും റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി ബ്രെയിൻ ഫ്രഷ് ആയിട്ട് പുതിയ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. മാത്രമല്ല എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്തല്ല ബ്രെയിനിൽ ആക്ച്വലി മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുക, നിങ്ങൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ മെമ്മറി ഓൾറെഡി കോൺസോളിഡേറ്റ് ചെയ്തു, കഴിഞ്ഞ ദിവസം പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് സയന്റിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ കാര്യങ്ങൾ, പുതിയ ടോപ്പിക്സ്, നിങ്ങൾ ഇതുവരെ ആയിട്ട് പഠിക്കാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ട് രജിസ്റ്റർ ആവുക ഈ രാവിലെ സമയങ്ങളിലാണ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾ രാവിലെ പഠിക്കുന്നതിൽ ആക്ച്വലി ഉള്ളത്. ഇനി ഞാൻ വളരെ ഓണസ്റ്റ്ലി കാര്യങ്ങൾ പറയാം, ഈ അഡ്വാൻറ്റേജസ് എല്ലാം തന്നെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ 3 അഡ്വാൻറ്റേജസിൽ ഏതെങ്കിലും 1-2 അഡ്വാൻറ്റേജസോ ശരിക്കും അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടെന്ന് ആലോചിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രാവിലെ പഠിക്കുന്നതിൽ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ ഒരു അഡ്വാൻറ്റേജ് പോലും അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നില്ല, ഇതൊന്നും എനിക്ക് വെറുതെ വർക്കായിട്ട് തോന്നിയില്ല എന്നാണെങ്കിൽ മേ ബി നിങ്ങൾ രാത്രി പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ റാഷണലി ലോജിക്കലി നിങ്ങൾ എടുക്കണം. അങ്ങനെ നിങ്ങൾ രാവിലെ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് നോക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമുക്ക് രാവിലെ എണീക്കാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി ആവശ്യമുണ്ട്. ഇതിനെ സയന്റിഫിക്കലി നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിർക്കേഡിയൻ റിതമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് തന്നെ, നമ്മുടെ ബ്രെയിനിന് തന്നെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് ആക്ച്വലി പറഞ്ഞു തരുന്നുണ്ട് എപ്പോഴാണ് രാവിലെ, എപ്പോഴാണ് രാത്രി, എപ്പോഴാണ് ഉറങ്ങേണ്ടത്, എപ്പോഴാണ് എണീക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ആക്ച്വലി സയന്റിഫിക്കലി സ്റ്റഡി ചെയ്തൊരു കാര്യമാണ്. അണ്ടർഗ്രൗണ്ടിൽ ആൾക്കാർ ജീവിക്കുമ്പോൾ, അത് ലൈറ്റ് ഒന്നും അവർക്കില്ല, അങ്ങനെ കുറേ ദിവസങ്ങൾ അവർ ജീവിക്കുമ്പോഴും അവർക്ക് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ടൈമിൽ എണീക്കാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അതായത് അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എപ്പോഴാണ് എണീക്കേണ്ടത്, എപ്പോഴാണ് ഉറങ്ങേണ്ടത്. അവർക്ക് ലൈറ്റ് കാണേണ്ട ആവശ്യം പോലുമില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആസ് ടീനേജേഴ്സ് ഇവിടെ ചെറിയൊരു ഗ്ലിച്ച് വരുന്നുണ്ട്. ആ ഗ്ലിച്ചിൻ്റെ പേരാണ് DSPS അഥവാ ഡിലേഡ് സ്ലീപ്പ് ഫേസ് സിൻഡ്രോം. ഇത് ടീനേജേഴ്സിന് മാത്രമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ പ്രായം കൂടുമ്പോഴും പ്രായം വളരെ കുറവുള്ളപ്പോഴും ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്താണ് പ്രശ്നം? നിങ്ങൾ ടീനേജേഴ്സ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ സ്ലീപ്പ് ഹോർമോണായ മെലറ്റോണിൻ റിലീസ് ചെയ്യുന്ന ടൈം മെല്ലെ ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് നിങ്ങൾ വളരെ ചെറിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ മെലറ്റോണിൻ അത്യാവശ്യം നേരത്തെ തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉറക്കം വരും. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് നേരത്തെ ഉറക്കം വന്ന് അവർ ബെഡിലേക്ക് പോകുന്നത്.
പക്ഷേ നിങ്ങൾ ടീനേജേഴ്സ് ആകുമ്പോൾ നിങ്ങളുടെ പ്രായം എല്ലാം തന്നെ കൂടി വരുന്ന സമയത്ത് ഈ മെലറ്റോണിൻ റിലീസ് ചെയ്യുന്ന ടൈം മെല്ലെ ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ കുറച്ച് ഡിലേഡ് ആയിട്ടായിരിക്കും മെലറ്റോണിൻ റിലീസ് ചെയ്യുക. അതുവഴി നമുക്ക് ഉറക്കം വരാനും കുറേ സമയം എടുക്കും. അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ പ്രായം കൂടുന്നതനുസരിച്ച് ഈ ഒരു 10 മണി 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴേ ശരിക്കും ഉറക്കം വരുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ പ്രശ്നമല്ല, നമ്മുടെ ബോഡിയുടെ മാറ്റം കാണുന്നതായി മനസ്സിലാകും. ഓബ്വിയസ്ലി നിങ്ങൾ പ്രായം കൂടുമ്പോൾ നിങ്ങൾ ആക്ച്വലി അഡൾട്ടൊക്കെ ആകുമ്പോൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ ഷിഫ്റ്റ് ആവുകയും നേരത്തെ ഉറങ്ങാനും പറ്റുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങളുടെ പേരൻസിന് ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർക്ക് നേരത്തെ തന്നെ ജനറലി ഉറങ്ങാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യമാണ് ബ്ലൂ ലൈറ്റ്. അതായത് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ വരുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ ബ്രെയിനോട് സിഗ്നൽ ചെയ്യുന്നത് ഇത് രാവിലെയാണെന്നാണ്. ആക്ച്വലി രാത്രി ആയിരിക്കും. നമ്മുടെ ബെഡിൽ ഇരുന്നിട്ട് ഈ ഫോൺ നോക്കുന്ന സമയത്ത് ആക്ച്വലി ഇരുട്ടായിരിക്കും ഉണ്ടാവും ചുറ്റും. പക്ഷേ നമ്മുടെ ബ്രെയിൻ കാണുന്ന എന്താണ്? ഈ ബ്ലൂ ലൈറ്റ് ആണ്. ബ്ലൂ ലൈറ്റ് കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇത് രാവിലെയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബോഡിയിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, സിർക്കേഡിയൻ റിതം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരിക്കലും പെർഫെക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഈ ബ്ലൂ ലൈറ്റ് കാണുമ്പോൾ ആ സിർക്കേഡിയൻ റിതം ആക്ച്വലി ഹാക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അത് വിചാരിക്കുക ഇത് രാവിലെയാണ്, അങ്ങനെ രാവിലെയാണ്, ഞാൻ ഉറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈവൻ ജസ്റ്റ് ഒരു അരമണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഈ ഫോൺ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങളുടെ ഉറക്കം അത് കാര്യമായി ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. ഈ മൂന്നാമത്തെ പ്രശ്നം വളരെ കോമൺ സെൻസിക്കലായ പ്രശ്നമാണ് നിങ്ങളുടെ സ്ലീപ്പ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. നിങ്ങൾ 5 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താണ്? നിങ്ങൾക്ക് ഇനഫ് ക്വാണ്ടിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ആസ് ടീനേജേഴ്സ് മിനിമം നിങ്ങൾ 7 hours ഐഡിയലി ഒരു 8 hours എങ്കിലും ഉറങ്ങാൻ വേണ്ടി തീർച്ചയായും ശ്രമിക്കണം. അതിനിടയിൽ ക്വാളിറ്റിയും കൂടെ മാറ്റർ ചെയ്യും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എണീറ്റുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആ ക്വാളിറ്റി മോശമാണെന്ന് അതിനർത്ഥം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒരുപക്ഷെ നിങ്ങളുടെ രാവിലെ എണീക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ എണീക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണങ്ങൾ. ഇനി കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കണം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയ സിമ്പിൾ സൊല്യൂഷൻസ് ആണ്. അതിനുശേഷം സയന്റിഫിക് ആയിട്ട് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളൊരു വൈൻഡ് ഡൗൺ റുട്ടീൻ ഉണ്ടാക്കുക. അതായത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ആ ഫോണും ലാപ്ടോപ്പും ആ സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. ഉറങ്ങുന്നതിൻ്റെ ഒരു 1 hour ബിഫോർ അല്ല ഈവൻ ഒരു അരമണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾ ഈ സ്ക്രീൻ ടൈം 0 ആക്കിയാൽ നിങ്ങൾക്ക് കുറേ ബെനിഫിറ്റ് നിങ്ങളുടെ ഉറക്കത്തിൽ ആക്ച്വലി ഉണ്ടാവും. അപ്പോൾ ആ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള അരമണിക്കൂറോ 1 മണിക്കൂറോ ഫോണും ലാപ്ടോപ്പും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് സിമ്പിളായിട്ടുള്ള ഓവർ സ്ട്രെസ് ഉണ്ടാക്കാത്ത ആക്ടിവിറ്റി ചെയ്യാം. നിങ്ങൾക്ക് പാട്ട് കേൾക്കാം, നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുന്നവരാണ് അത് ചെയ്യാം, യോഗ ചെയ്യുന്നവരാണ് അത് ചെയ്യാം, ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം വിത്തൗട്ട് എനി സ്ക്രീൻസ്. അതാണ് ഏറ്റവും ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കാര്യം, ഒരു വൈൻഡ് ഡൗൺ റുട്ടീൻ ഉണ്ടാക്കുക. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യം കൺസിസ്റ്റൻസിയാണ്. ഇത് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ ഉറങ്ങുന്ന ടൈമും നിങ്ങൾ എണീക്കുന്ന ടൈമും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ ടൈമിൽ ചെയ്താലേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് റുട്ടീനും അതുപോലെ വേക്കപ്പ് റുട്ടീനും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ വേക്കപ്പ് ടൈമാണ്. ഇനി പറയാണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് വല്ല ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന ടൈം കുറച്ച് ഡിലേ ആയി പോയാലും വേക്കപ്പ് ടൈം നിങ്ങൾ മാറ്റാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആ വേക്കപ്പ് ടൈമാണ് ആക്ച്വലി നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്കിനെ സെറ്റ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങൾക്ക് ആ റുട്ടീനിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റുട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ആ ഫ്രിക്ഷനൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുക, രാത്രി തന്നെ നിങ്ങളുടെ ബാഗും കാര്യങ്ങളും പാക്ക് ചെയ്ത് വെക്കുക. ഷൂ ഒക്കെ പോളിഷ് ചെയ്യുന്നവരാണ് അതൊക്കെ പോളിഷ് ചെയ്ത് വെക്കുക, പോളിഷ് ചെയ്യാത്തവരാണ് പോളിഷ് ചെയ്യുക. ഇനി ഷൂ ഇല്ലെങ്കിൽ ഉള്ള സാധനം എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ രാവിലെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഇല്ലേ, സ്കൂളിൽ പോകുന്നതിനുമുള്ള ഫ്രിക്ഷൻ, അത് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫ്രിക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബിഹേവിയർ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാവുന്നതാണ്. അടുത്ത സെഗ്മെന്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സയന്റിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സൺലൈറ്റിൻ്റെ പവർ യൂസ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, അത് അത്ര പെർഫെക്റ്റ് അല്ല. അത് കുറച്ചും കൂടി പെർഫെക്റ്റ് എങ്ങനെ ആക്കുക, ഈ ലൈറ്റ് കാണുമ്പോഴാണ്. അപ്പോൾ രാവിലെ എണീറ്റ് തന്നെ നിങ്ങൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നിങ്ങൾ സൺലൈറ്റ് കർട്ടനൊക്കെ തുറന്നിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് കുറച്ച് സൺലൈറ്റ് സണ്ണിനെ ഡയറക്റ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ പോയി നിന്നാൽ മതി. അങ്ങനെ നിങ്ങൾ കുറച്ച് നേരം ലൈറ്റ് കൊള്ളുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, നിങ്ങൾ എവിഡൻസ് കൊടുക്കുകയാണ് രാവിലെ ആയി. അതിനനുസരിച്ച് നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനും റെഡി ആയി വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ ലൈറ്റിൻ്റെ എഫക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ കോഫിയോ അല്ലെങ്കിൽ ചായ കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ അത് കുടിക്കാവുന്നതാണ്. ഈ കോഫിയിലും ചായയിലുള്ള കെഫീൻ നിങ്ങൾക്ക് എന്താണ് ഒരു എക്സ്ട്രാ എനർജിയും കാര്യങ്ങളും തരുന്നതായിരിക്കും. അവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിന് ഒരു 6 hours ഉള്ളിലുള്ള ആ വിൻഡോയിൽ നിങ്ങൾ കോഫിയോ അല്ലെങ്കിൽ ചായയോ നിങ്ങൾ കുറേ കുടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളുടെ ഉറക്ക സമയത്തിന് വീണ്ടും ഡിലേ ആണ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളിനെ പറ്റി മനസ്സിലാക്കുക. നിങ്ങൾ ഉറങ്ങുന്ന പറഞ്ഞാൽ ഒറ്റ ഉറക്കമല്ല ഉണ്ടാവുക, അതിൽ ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവും, കുറച്ചുകൂടെ ലൈറ്റ് സ്ലീപ്പ് ഉണ്ടാവും, ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവും, ലൈറ്റ് സ്ലീപ്പ് ഉണ്ടാവും. അങ്ങനെ ഡീപ്പ് സ്ലീപ്പിൻ്റെയും ലൈറ്റ് സ്ലീപ്പിൻ്റെയും സൈക്കിളിലാണ് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക.
ഓൾമോസ്റ്റ് ഈ ഒരു സൈക്കിൾ 90 മിനിറ്റ്സ് ലോങ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 90 മിനിറ്റ്സ് നിങ്ങൾ ഓൾമോസ്റ്റ് ഡീപ്പ് സ്ലീപ്പിലാണെങ്കിൽ അടുത്ത 90 മിനിറ്റ്സ് നിങ്ങൾ ലൈറ്റ് സ്ലീപ്പിലായിരിക്കും, വീണ്ടും 90 മിനിറ്റ്സ് ഡീപ്പ് സ്ലീപ്പിൽ, ആ രീതിയിലായിരിക്കും ഉണ്ടാവും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ എണീക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ അപ്പോഴാണ് ആ മാഗ്നറ്റിക് പുൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയം 5 മണിയാണെങ്കിൽ ആ 5 മണി മുതൽ നിങ്ങൾ 90 മിനിറ്റ്സ് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിൽ അല്ലാത്ത രീതിയിൽ എണീക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാവുന്നതാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ നമ്പേഴ്സ് ഒക്കെ ആക്ച്വലി റഫ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി എന്ത് ചെയ്യേണ്ടി വരും, ഇത് നിങ്ങളൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എണീക്കേണ്ടതും ഉറങ്ങുന്നതായിട്ടുള്ള ആ ഒരു ടൈം നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാവുന്നതാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ സ്ലീപ്പ് സൈക്കിൾ കാൽക്കുലേറ്റർ അടിച്ചാൽ ഇഷ്ടംപോലെ ഫ്രീ ആയിട്ടുള്ള കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൈം നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ലാസ്റ്റ് കാര്യമാണ് നമ്മൾ അലാം അടിക്കുമ്പോൾ സ്നൂസ് ചെയ്യുന്ന, അല്ലെ 5 മിനിറ്റ് 10 മിനിറ്റ് 20 മിനിറ്റ് എന്നാണ് സ്നൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ബിഹേവിയർ. ഇത് എനിക്കും പണ്ടുണ്ടായിരുന്ന ഒരു ബിഹേവിയറാണ്. ഇപ്പം ഞാൻ മാക്സിമം നിർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്നൂസ് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു സ്ലീപ്പ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പുതുതായിട്ടുള്ള സ്ലീപ്പ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ വീണ്ടും എണീക്കാൻ നോക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഈ സ്നൂസിങ് പരിപാടി മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ചില ആൾക്കാരൊക്കെ ഉണ്ടാവും ഇങ്ങനെ സ്നൂസ് ചെയ്ത് 2 സ്നൂസ് ചെയ്ത് എണീക്കുമ്പോഴാണ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫീൽ. ഓബിയസ്ലി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ സ്നൂസിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൾസോ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ അലാം എന്ത് ചെയ്യുക, നിങ്ങളുടെ തൊട്ടടുത്ത് വെക്കാതെ കുറച്ച് വിട്ടിട്ടൊരു ടേബിളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ എണീറ്റ് പോയിട്ട് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊക്കെ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒബ്വിയസ്ലി എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളോടും നമുക്ക് പ്രാക്ടിക്കലി ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഏതെങ്കിലും 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് തോന്നി, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ തോന്നുന്ന കാര്യങ്ങൾ മെല്ലെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അത് വർക്ക് ആയി എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ മെല്ലെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് വരാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് രാവിലെ എണീക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ആക്ച്വലി നേടിയെടുക്കാൻ പറ്റും. ഒബ്വിയസ്ലി ഈ കാര്യങ്ങളൊക്കെ ബോഡി അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം എടുക്കും. ആ ഒരു സമയം കൂടെ നിങ്ങൾ കൊടുക്കണം. മിനിമം ഒരു 20-30 ഡേയ്സിനുള്ളിൽ നമുക്ക് ബിഹേവിയറും നമ്മുടെ ടൈമിങ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ എന്ത് വീഡിയോസാണ് നിങ്ങൾ ഈ ചാനലിൽ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.